പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ലോകമനസാക്ഷിയെ ഇന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദിനത്തെക്കുറിച്ച് നമുക്ക് അല്പം ധ്യാനിക്കാം. ദുഃഖവെള്ളി. ഒരു നല്ല ദൈവത്തെ മനുഷ്യൻ ശിക്ഷയ്ക്ക് വിധിക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ദിനമാണ് ദുഃഖവെള്ളി. പീഡാസഹനങ്ങളിലൂടെ, നിന്ദ്യമായ കുരിശുമരണത്തിലൂടെ നമ്മളെ രക്ഷിച്ച നല്ല ദൈവത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിനമാണ് ദുഃഖവെള്ളി. ചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ കാൾ റാനർ ജർമ്മനിയിൽ ഒരിക്കലൊരു പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു യുവാവ് വന്ന് ചോദിച്ചു, ഈ ലോകത്തിലുള്ള എല്ലാ ബൈബിളുകളും കത്തിച്ചാമ്പലായാൽ നിങ്ങൾക്ക് പുതിയൊരു ബൈബിൾ എഴുതാൻ സാധിക്കുമോ എന്ന്. കാൾ റാനർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, സാധിക്കും, പക്ഷെ അതിൽ ഒരു വാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വാക്ക് സ്നേഹം എന്നായിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഈശോ. തൻ്റെ കുരിശുമരണത്തിലൂടെ, തൻ്റെ പീഡാസഹനത്തിലൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഈശോയ്ക്ക് എല്ലാം സാധിക്കുമായിരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുന്നോടിയായിട്ടുള്ള മരുഭൂമിയിലെ പരീക്ഷകളാണ്. അവിടെ മുതൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, എല്ലാ വ്യാധികളിൽ നിന്നും എല്ലാവരെയും മോചിപ്പിച്ചു. എപ്പോഴും മനുഷ്യൻ നമ്മോടൊപ്പമായിരുന്നു. ഈശോയ്ക്ക് എല്ലാം സാധിക്കുമായിരുന്നു. പിലാത്തോസിൻ്റെ മുമ്പിൽ, കയ്യഫാസിൻ്റെ മുമ്പിൽ, ഭടന്മാരുടെ മുമ്പിൽ നിസ്സഹായനായിട്ട് നിന്ന, പരാജിതനായിട്ട് നിന്ന ഈശോയ്ക്ക് എല്ലാം സാധിക്കുമായിരുന്നില്ലേ ഒരൊറ്റ വാക്കുകൊണ്ട്? പക്ഷേ ഈശോ അതെല്ലാം സഹിച്ചത് സഹനത്തിൻ്റെ അർത്ഥത്തെ, മൂല്യത്തെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു. ഓരോ സഹനത്തിനും, ഓരോ ത്യാഗത്തിനും ഒരു വലിയ അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ. അമേരിക്കയിലെ വൈദികനായിരുന്ന, ബിഷപ്പായിരുന്ന, ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും അത്ഭുതകരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയ ചിന്തകനായിരുന്നു ഫാദർ ഫുൾട്ടൻ ജെ ഷീൻ. അദ്ദേഹം ഒരിക്കൽ റേഡിയോയിലൂടെ പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, താങ്കൾ പറഞ്ഞ ഈ ദൈവം എൻ്റെ മകൻ അപകടത്തിൽ മരിക്കുമ്പോൾ എവിടെയായിരുന്നു? ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞപ്പോൾ ദൈവം എവിടെയായിരുന്നോ അവിടെയായിരുന്നു നിന്റെ മകൻ കാറപകടത്തിൽ മരിക്കുമ്പോഴും. ചില ചോദ്യങ്ങൾക്കൊന്നും അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് പിന്നീട് മനസ്സിലാകും, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഇന്ന് ദുഃഖവെള്ളി ദിനത്തിൽ കർത്താവിനോട് കൂടി ആയിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളിൽ നിന്ന് ഈ നിമിഷം വരെ വന്നു പോയ പാപങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ വിശുദ്ധിയുടെ ദിനത്തിൽ വിശുദ്ധരായിട്ട് തീരാൻ ഈശോയുടെ പീഡാസഹനങ്ങളും കുരിശുമരണവും, അവിടെ നിന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തവും, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുജലവും നമ്മളെ വിശുദ്ധീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.